2020. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ്. മൈലേജ് എങ്ങനെ പോയാലും 22 വണ്ടി ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ 1 ലിറ്റർ ഓട്ടോമാറ്റിക് 1ഉം 1.2 വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആണ്. ഓട്ടോമാറ്റിക് ഫിറ്റാണ്. ഏകദേശം ഫുള്ള് ലോൺ കിട്ടും. ഫുൾ ലോൺ കയറും അല്ലേ? ഓക്കെ. അപ്പോൾ സർവീസും ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃത്യം 2 ആഴ്ചകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ബ്രോസ്കാസിലേക്ക് എത്തി. ഹുസൈൻക, സ്വാഗതം. പെട്ടെന്നുള്ള സെയിലായിരുന്നു അല്ലേ? അതെ അതെ, അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് വണ്ടിയാണ്. പെട്ടെന്ന് പോയി നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ പുതിയ കുറച്ച് സ്റ്റോക്ക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ബ്രോസ്കാസ് ഗുരുവായൂർ മമ്മിയൂരിന്റെ അടുത്താണ് ലൊക്കേഷൻ. ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പമ്പ് ഉണ്ട്, രാജ ഇന്ത്യൻ ഓയിൽ പമ്പ്, അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അങ്ങനത്തെ ഒന്നും നിങ്ങൾക്ക് പേടി വേണ്ട. പിന്നെ ഇവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ആരെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലേ? അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുക്കി തരും. അങ്ങനത്തെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളും ഒരുപാട് നാളായിട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഒരു എക്സ്പ്രസോ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പോയി. ആ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ പോയി. അതിന് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഏതാ വണ്ടി ഉണ്ടോ? CNG ടൈപ്പോ അങ്ങനത്തെ ഏതെങ്കിലും ഉണ്ടോ ഇന്നത്തേലും? CNG ഒന്നും ഇല്ല ഇന്നത്തേലില്ല. ഓക്കെ. എന്തായാലും നമുക്ക് കണ്ടുപോകാം. വില എല്ലാത്തിനും എല്ലാം കുറേ ലാസ്റ്റ് റേറ്റിൽ കൊടുക്കാം. എന്തായാലും നോമ്പൊക്കെയാണ്. കുറച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ച് കൊടുക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം. നിങ്ങളില്ലാതെ ഞങ്ങളില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടു വരുത്. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും, നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്തിരിക്കാതെ. നിങ്ങൾ എവിടുന്ന് കാണുന്നെങ്കിലോ പിന്നെ നിങ്ങളെ പേരോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. എത്ര കാലമായി കാണുന്നോ, അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഇൻട്രാക്ട് ചെയ്തിരിക്കാം അല്ലേ? ഓക്കെ. ബ്രോസ്കാസ്റ്റ് നിങ്ങൾ എത്ര കാലമായി കാണുന്നത് അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മുടെ ആദ്യ വാഹനം വിറ്റാര ബ്രസയാണ്. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡല്. ഓക്കെ. LDA ആണ് വണ്ടി. പക്ഷേ ZD-യുടെ അലോയ്സ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഓൾറെഡി 2 ഉണ്ടാവുക. അഡീഷണൽ 2 പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ZD-ന്റെ അലോയ്സ് 4 ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് കണ്ടാലും പെട്ടെന്ന് LDA എന്ന് മനസ്സിലാവില്ല. ഓക്കെ. പിന്നെ ഫീച്ചേഴ്സ് ഓൾറെഡി ആയി കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല. പിന്നെ ഓട്ടോ എത്ര പോയി? 80,000. ഡീസൽ വണ്ടിയാണ്. 18 മോഡലുണ്ട്. നോർമൽ ഓട്ടോ, ഡീസൽ വണ്ടിയിൽ നോർമൽ ഓട്ടോ പോയിട്ടുണ്ട്. മൈലേജ് 18-20 റേഞ്ച് മൈലേജ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദ്യം? എത്രയാണ്? നമുക്കൊരു 60,000. 6,60,000 ഫൈനലാണ്. ഫൈനൽ റേറ്റ്. ഓക്കെ. 6,60,000 2018 മോഡൽ LD ആയത്. ഏകദേശം VDI ZD-യിലോട്ട് കൺവേർട്ട് ആയ വണ്ടിയാണ്. 6 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ. 60,000 കണ്ടാൽ ഇറക്കാം. പുഷ്പട്ടനില്ല, അത് പിന്നെ ZD-യിൽ ടോപ്പിലൊക്കെ വരുന്നുള്ളൂ. അതില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. എടുക്കുന്ന ആൾക്കാർ ഒന്നും ചെയ്യാനുണ്ട് അല്ലേ? ഓക്കെ. 6,60,000 60,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കുകയും ചെയ്യാം. ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. അടുത്ത വണ്ടി സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. അടുത്ത വണ്ടി വീണ്ടും കോമ്പാക്ട് SUV തന്നെ. ഹ്യുണ്ടായ് വെന്യൂ ആണ്. KL54 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. XSO ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് പെട്രോൾ. അതെ. IVT ഏതാ വരിക? CVT. ഓക്കെ. CVT ഗിയർബോക്സ് ആണ്. 2020. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വാഹനമാണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 10, 13, 14 വരെയൊക്കെ മാക്സിമം കണ്ടാൽ 10 to 13. ടൗണിലൊക്കെ അത്രേ കിട്ടുള്ളൂ. പിന്നെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഡോർ മാറിയുണ്ട് ബാക്കിൽ. ലെഫ്റ്റാ? റൈറ്റ്. ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ. അത് ചെറിയ സ്ക്രാച്ചിലാണ്, വലിയ മേജറൊന്നും അല്ല. ഗ്ലാസ് ഒന്നും മാറിയില്ല. അത് ഹിസ്റ്ററിയിലുണ്ട്. ഹിസ്റ്ററിയിലുണ്ട്. ഷോറൂമിൽ തന്നെ മാറിയില്ല. ഓക്കെ. കിലോമീറ്റർ എത്രയായി? 77. 20 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡാ? സെക്കൻഡ്. എത്രയാ ചോദ്യം? എത്ര ഇപ്പം ഇതിൻ്റെ? നമുക്ക് ലാസ്റ്റ് ഒരു 8,20,000 കൊടുക്കാം. 8,20,000. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 2020. അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ SX ഓപ്ഷനിൽ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഓരോ വേരിയൻറ്റ് വരുമ്പോൾ വിലയിൽ വ്യത്യാസം വരും. ഓക്കെ. ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. ലോൺ ഒരു 7-7.5 വരെ കിട്ടും. 7.5 വരെ കിട്ടും. അടുത്തത് മാരുതി സുസുക്കി വാഗണർ KL46. ഇവിടെ തന്നെ ഗുരുവായൂർ വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2022 വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 1 ലിറ്റർ. 1 ലിറ്റർ ഓട്ടോമാറ്റിക്. 1ഉം 1.2 വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആണ് അല്ലേ? ഓക്കെ. ഓട്ടം 65,000. AMT ഗിയർ ബോക്സ് ആണ്. നോർമലി 1 ലിറ്റർ ആണെങ്കിൽ ഒരു 14-17 വരെയൊക്കെ മൈലേജ് കിട്ടും. നല്ല മൈലേജ് ആയിരിക്കും. ഇതാകുമ്പോൾ ഒരു 13-16 ആ റേഞ്ച് കിട്ടുമായിരിക്കും അല്ലേ? ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. AMT ആണ്, വലിയ വ്യത്യാസം വരില്ല. ക്ലെയിമോ എന്തെങ്കിലും?
ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല, ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നല്ലൊരു മൈലേജിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി തപ്പുന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ്, നല്ല സ്പേസ് ആണ്, വലിയ പ്രായക്കാർക്കൊക്കെ കൂളായിട്ട് കയറിയിരിക്കാനും നല്ലൊരു ഓപ്ഷനാണ് ഈ വണ്ടി. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ലാസ്റ്റ് 5.45 കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇൻഷുറൻസ് 22 1 ലിറ്റർ ഓട്ടോമാറ്റിക് VXi. VXi. ഓക്കെ, 5.45 ഫൈനൽ റേറ്റ്. ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് തരും. 5 ലക്ഷം വരെ ലോണും കിട്ടും. 45,000 രൂപ കൊണ്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കൊണ്ടുപോയി അടുത്ത വണ്ടി നിങ്ങൾ. അടുത്തതും വാഗണറാണ്. KL 45 ഇരിഞ്ഞാലക്കുട രജിസ്ട്രേഷനാണ്, തൃശ്ശൂർ ജില്ല. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. അവർ ഏകദേശം കച്ചവടമായിരുന്നു, പക്ഷേ ലോൺ അവർക്ക് സിവിൽ ഇഷ്യൂ ഉള്ളതാണ് കയറിയില്ല. അതിന് ശേഷം കുറേ പാർട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് സെയിലായി എന്ന് പറഞ്ഞല്ലോ. ഇതാണ് പ്രശ്നം. ലോൺ കിട്ടിയില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയും ചെയ്യും കുറേ ആള്. അപ്പോൾ അവരോട് പറയും സെയിലായിരുന്നു. അതേപോലെ അങ്ങനെ തന്നെയായിരുന്നു കുറേ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം അന്വേഷിച്ചവരുടേതാ, ഈ പ്രാവശ്യം ഇവിടെ തന്നെ ഉണ്ട്. അവർ ഗ്യാപ്പ് ആയിട്ടേ ഉള്ളൂ, 2 ആഴ്ച ആയിട്ടുള്ളൂ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020-21. ഓക്കെ, 20 മോഡൽ 21 രജിസ്ട്രേഷൻ. ZXi ഓപ്ഷന് അക്വൈപ്പറൊക്കെ വരണം. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. പിന്നെ മാനുവൽ വാഹനം. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ. ഓട്ടം 65,000. സിംഗിൾ ഓൺഷിപ്പാ? അതെ, അല്ല സെക്കൻഡ് ഓൺഷിപ്പ്. സെക്കൻഡ് ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒരു ക്ലെയിമുണ്ട്. നല്ല ടയർ ഭാഗമുണ്ട്. പിന്നെ 1.2 ലിറ്റർ എഞ്ചിനാണ് അല്ലേ? മൈലേജ് ഒരു 13-16 ആ റേഞ്ച് കിട്ടും. അതെ. എത്ര ചോദ്യം? എത്രയും നമുക്ക് ലാസ്റ്റ് 4.85 കൊടുക്കാം. ഫൈനൽ അവരോട് പറഞ്ഞതാ? ലോൺ എത്ര വരെ പാസ്സായാലും? 4.5 വരെ കിട്ടും. ഓക്കെ, 35,000 രൂപ കൊണ്ട് ഇറക്കി കൊണ്ടുപോകാം. 4.85 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ZXi ഏറ്റവും ടോപ്പ് ആയിട്ട് വാഗണർ 1.2 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ട്രാക്ക്, അതായത് എന്തെങ്കിലും സിവിൽ ട്രാക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ പറയാം അല്ലേ? അതിനനുസരിച്ചുള്ള ബാങ്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഓരോരോ ബാങ്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം പറഞ്ഞില്ല, അതിനനുസരിച്ച് ഡിലേ വരും അല്ലേ? നഷ്ടമാണ്, നിങ്ങൾക്ക് നഷ്ടമാണ് സമയം, ഇവർക്ക് നഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിട്ട് കൊടുക്കുക. അടുത്ത വണ്ടിയിലേക്ക് ഹ്യുണ്ടായി ക്രെറ്റ. അടുത്ത വാഹനം KL 47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡൽ. പെട്രോൾ മാനുവൽ. മാനുവൽ ഏതാ? E+ ആണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ഉള്ളിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഉള്ളിൽ നിന്ന് ഉണ്ടാവില്ലേ? ഇലക്ട്രിക്കലി അല്ല, മറ്റേതാണ്. E+ൽ വരുന്നില്ല അല്ലേ? E+ ഓപ്ഷൻക്ക് അത് വരുന്നത്. ഓപ്ഷൻക്ക്. ഓക്കെ, ബാക്കി പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബേസിക് കൊണ്ടെല്ലാം ഫീച്ചേഴ്സ്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, നല്ല രീതിയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൽ നമ്മൾ കാണിച്ചതാ. അത് ലോൺ ഇതേപോലെ ഇത് നേരത്തെ പറഞ്ഞേ. ആ സീറ്റ് കവർ കണ്ടപ്പോഴാണ് കത്തിയ പെട്ടെന്ന്. ഓക്കെ, ഒരു ഗ്രാൻഡ് ഷെയ്ഡ് സീറ്റ് കവറാണ്. അപ്പോൾ ഇതെത്ര ചോദിച്ചേ? ഇത് നമുക്ക് ലാസ്റ്റ് 8 കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് അല്ലേ? ഓക്കെ, പെട്രോൾ മാനുവൽ E+ ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഒരു 8 ലക്ഷം വരെ ഏകദേശം ലോൺ കിട്ടും. 8 lakhs വരെ കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളെന്തായാലും പാൻ കാർഡ് ഗൂഗിൾ പേ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ അകത്ത് ചെക്ക് ബാലൻസ് ഉള്ളതിൻ്റെ ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സിവിൽ സ്കോർ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കുക, ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടോ എല്ലാത്തിൻ്റെയും ഫുൾ റിപ്പോർട്ട് കൊടുത്താൽ ഫുൾ ഹിസ്റ്ററി അവിടെ കിട്ടും. എൻ്റെ സിവിൽ സ്കോർ എത്ര ഉണ്ട് നോക്കുക, അതിൽ കാണിക്കുക എത്ര ഉണ്ട്. 600, 650, 700, 750 എത്രയാണെന്ന് വെച്ചാൽ കാണിക്കുക. അതിൽ അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഉറപ്പ് വരുത്തി കൊടുത്താൽ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ടൈം വേസ്റ്റ് ഇല്ലാണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് സിവിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ബാങ്ക് പരിഗണിക്കുന്നുണ്ടോ? സിവില് വേണം, എന്തായാലും വേണം. എത്ര വേണ്ടി വരും? ഏകദേശം 750. 750 വേണം. അത് ഭയങ്കര സ്കോറാണല്ലോ. ബാങ്ക് കൊടുക്കണമെങ്കിലേ പറഞ്ഞിട്ട് പിന്നെ ചോളമണ്ഡലം കൊടുക്കുമ്പോൾ 700 റേഞ്ച്. അത് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ലോൺ കിട്ടും. നിങ്ങളുടെ ട്രാക്ക് ഓക്കെ ആണെങ്കിൽ വണ്ടിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. 8 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടി, അടുത്ത വാഹനം മാരുതി സുസുക്കി ഇഗ്നിസ് ആണ്. KL 75 രജിസ്ട്രേഷൻ. ഇഗ്നിസ് ഇത് ഓട്ടോമാറ്റിക്കോ മാനുവലാണ്? മാനുവൽ. ഏതാ മോഡൽ? 2021 ഡെൽറ്റ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ വരും അല്ലേ? മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. മറ്റേ തന്നെ സെക്കൻഡ് ഓപ്ഷനാണ്. ഓട്ടം 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി കേട്ടോ. 21-ൽ 19,000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 5 വർഷമായിട്ടുണ്ടാവും. വളരെ ലോ കിലോമീറ്റർ വാഹനമാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർ. ഓക്കെ, ലോ കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. എത്ര ചോദ്യം? നമുക്ക് ലാസ്റ്റ് ഒരു 4.45 കൊടുക്കാം. 21 മോഡൽ ഡെൽറ്റ 4.45 ലോ കിലോമീറ്റർ ഇഗ്നിസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് നെക്സ കാറ്റഗറിയാണ്, കുറച്ചും കൂടെ പ്രീമിയം കാറ്റഗറിയാണ്. കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടാവും, വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നെക്സയിൽ വരുന്ന സീരീസാണ്.
എന്താ പറയുക, പിന്നെ അത്യാവശ്യം ഒരു സ്പോർട്ടി കാർ തന്നെയാണ്. നല്ല ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടി തന്നെയാണ് അല്ലേ? ഓക്കെ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 4 ലക്ഷം രൂപ കിട്ടും. 4 ലക്ഷം വരെ കിട്ടും. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കണ്ടാൽ ലോ കിലോമീറ്റർ വണ്ടി കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത റിനോ ക്വിഡാണ്. KL 1 തിരുവനന്തപുരം വണ്ടി. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത് 800 cc എന്നറിയില്ല, ഈ ഒരു സെഗ്മെൻറ്റിൽ 1000 ആണ്. അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു എടുപ്പുള്ളൊരു വണ്ടിയാണ് ക്വിഡ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സീരീസിൽ വരുന്നതിൽ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അപ്പോൾ 1000 cc തന്നെ ഓട്ടോമാറ്റിക് 21. ഓക്കെ. ഓട്ടം 57,000 കിലോമീറ്റർ ഓട്ടം. 57,000. AMT ഗിയർ ബോക്സ് തന്നെയാണ് വരിക. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 15-18 റേഞ്ച് മൈലേജ് കിട്ടും. ക്ലെയിമും കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. അപ്പോൾ സർവീസ് ആയിട്ടുണ്ട്, നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാം. ഏത് ഓപ്ഷൻ ഏതാ? RXT ആണ്. ഫുൾ ഓപ്ഷൻ തന്നെയാണ്. RXT ഓപ്ഷനിൽ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഒരു ക്ലെയിമും ഇല്ലാത്തൊരു നീറ്റ് ഓട്ടോമാറ്റിക് വാഹനം. കിലോമീറ്റർ 57 അല്ല? ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? അതൊരു 3,75 കൊടുക്കുക. 3.25 ലക്ഷം. 21 മോഡൽ വണ്ടിയാണ്. 57,000 ഓടി. RXT ഓട്ടോമാറ്റിക് ക്വിഡാണ്. ഏകദേശം ഫുള്ള് ലോൺ കിട്ടും. ഫുൾ ലോൺ കയറും അല്ലേ? ഓക്കെ. അപ്പോൾ സർവീസും ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, എടുത്ത് ഓടിക്കുക. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. ഹ്യുണ്ടൈ i20 ആണ് അടുത്ത വാഹനം. KL 69 രജിസ്ട്രേഷൻ. ഇത് ഏറ്റവും ടോപ്പല്ല? അതെ, ലാസ്റ്റ് ഓപ്ഷനിൽ ഡയമണ്ട് കട്ട് അലോയ്സ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ് ആസ്റ്റ ഓപ്ഷനിൽ. ഓക്കെ. ഏതാ മോഡൽ? 2018 77 ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ അല്ല? 70,000 ഓട്ടം കേട്ടോ, സിംഗിൾ ഓണർഷിപ്പ്. പെട്രോളാ? പെട്രോൾ. ഓക്കെ. 2018 70,000 ഓട്ടം. സർവീസൊക്കെ പ്രോപ്പറാ? കറക്റ്റ് സർവീസ്. അല്ലാണ്ട് വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഫയർബാഗൊക്കെ ആവറേജ് ആയിട്ടുണ്ട് അല്ലേ? സീറ്റ് കവർ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അവർ. പെട്രോളാണ്. മാനുവൽ. മൈലേജ് ഒരു 12-15, 12 അല്ല 11-15 വരെ മാക്സിമം അത്രേ കിട്ടുള്ളൂ. ഹ്യുണ്ടായാണ്. ഡ്രൈവിംഗ് കംഫർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ അത്യാവശ്യം സേഫ്റ്റിയും വരുന്നുണ്ട്. അപ്പോൾ എത്ര ചോദ്യം എത്രയൊക്കെ? നമുക്ക് ലാസ്റ്റ് ഒരു 5,70 കൊടുക്കാം. 18 അല്ല? ഏകദേശം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോണും കിട്ടും. വണ്ടിക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കൂടെ ഒക്കെയാണ് ഫുൾ ലോണിൽ 5,70 നിങ്ങൾക്ക് 2018 ആസ്റ്റ ഓപ്ഷനിൽ പെട്രോൾ മാനുവൽ എലൈറ്റ് i20 കൊണ്ടുപോകാം. പിന്നെ ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നോ? സിംഗിൾ ഓണർ കിടക്കുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് പ്രീമിയം കാറ്റഗറിയാണ്. ഹോണ്ട ജാസ് KL 8 തൃശ്ശൂർ വണ്ടി തന്നെ. ഇതിൻ്റെ ഡീറ്റെയിൽ? 2017-18 രജിസ്ട്രേഷൻ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഓക്കെ. 75,000 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക് വണ്ടി. CVT ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഏത് ഓപ്ഷൻ? വി ടോപ്പിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. ഓക്കെ. വെൽ മെയിൻറ്റൈൻഡ് ആണല്ലേ? പ്രോപ്പർ മെയിൻറ്റൈൻഡ് ആണ്. വി എന്ന് പറയുമ്പോൾ അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്യാമറ ഉണ്ടാവും. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. VX-ലേക്ക് പോകുമ്പോഴാണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. പിന്നെ 20-21 ജാസിന് സൺറൂഫ് വരുന്നത് അല്ലേ? അത് ആ സമയത്താണ് വരുന്നത്. ഈ സമയത്തൊന്നുമില്ല. വേറെ ക്ലെയിം ഒന്നുമില്ല. സീറോ ക്ലെയിം വണ്ടി. ഓക്കെ. CVT ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 10-13 വരെ മാക്സിമം, അത്രയും കണ്ടാൽ മതി. ഓക്കെ. നല്ല കംഫർട്ടായിരിക്കും. നമ്മൾ i20 കൊണ്ട് പറഞ്ഞാൽ തന്നെ ഓടിക്കാൻ നല്ല കംഫർട്ടായിരിക്കും. i20ക്കാളൊക്കെ നല്ല സ്പേസ് ഉണ്ട്. കാറ്റഗറി ഇതൊക്കെ സെയിം ആണ്. പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. i20 ആയാലും അൾട്രോസ് ആയാലും ഇതായാലും പോളോ ആയാലും ഒക്കെ കാറ്റഗറി ഒന്ന് പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ എത്രയും ചോദ്യം എത്രയാണ്? നമുക്ക് ലാസ്റ്റ് 5 കൊടുക്കാം. 5,50,000. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. വി ഓപ്ഷൻ. CVT ഓട്ടോമാറ്റിക്. ഈ ഒരു ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അടുത്തത് ടാറ്റയുടെ ഒരു പഴയ സെഡാനാണ്. ടാറ്റ ഇൻഡിക്കയുടെ സെഡാൻ കാറ്റഗറി. ഇൻഡിഗോ CS. ഏതാ? ഇൻഡിക്കോ CS അല്ലേ? പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2008 മോഡലാണ്. പേപ്പർ അവസാനത്തെ ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പേപ്പർ 2 വർഷമായിട്ടുണ്ട്. ഇനി ബാക്കിയുണ്ട്. 8 എന്ന് പറയുമ്പോൾ 23 എടുത്തിട്ടുണ്ടാവും അല്ലേ? 28 വരെ ചിലപ്പോൾ പേപ്പർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. വണ്ടി സൈലന്റ് ടെസ്റ്റ് വന്നതാണ്. അത് ശരി. ഏതുമായിട്ട്? ഒരു സൈലോ ഉണ്ടായിരുന്നു. സൈലോ? ഞാൻ കേട്ട സൈറാന്ന്. അത് പറഞ്ഞു മേടിച്ചു പോയി. ഓക്കെ. സൈലോ ആയിട്ട് എക്സ്ചേഞ്ച് പോയ വണ്ടിയാണ്. ഇത് പെട്രോൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്നത്. 28 വരെ പേപ്പറുള്ള 2008 മോഡൽ ഇൻഡിഗോ ആണ്. പെട്രോൾ ഓടിയിട്ടുള്ളൂ വണ്ടി. ജനുവനായിരിക്കും അല്ലേ? ഇവിടെ തൊട്ടടുത്ത് കസ്റ്റമർ നിർത്താണ്. അത് ശരി.
അപ്പോൾ അവരോട് നമുക്ക് വിളിച്ച് ചോദിക്കുകയും ചെയ്യാം. നല്ല ടയർ ഭാഗമുണ്ട്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ പിന്നെ എഞ്ചിൻ സൈഡ് അങ്ങനെ പേടിക്കേണ്ട ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് ഇനി ഓടാൻ പറ്റും. മൈലേജ് എങ്ങനെ 12-13 കിട്ടും? ഒരു 15ന്റെ ഉള്ളിൽ ഉള്ളിൽ കിട്ടുന്നുണ്ട്. CS ആണ്, അത്യാവശ്യം ഡിക്കി സ്പേസുള്ള വണ്ടിയാണ്. പിന്നെ ബോഡി ക്വാളിറ്റി വണ്ടേ ഇങ്ങനെയുണ്ട്, നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ. 2015ന്റെ ലുക്ക് ഉണ്ട്. തീർച്ചയായും സെഡാനാണ്. അപ്പോൾ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. എത്ര 75 രൂപ കൊടുക്കുക. 75,000-ന് 2028 പേപ്പറുള്ള ഇൻഡിഗോ CS നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ 75,000 രൂപയ്ക്കുള്ള രണ്ടാമത്തെ കാറാണ്. അതായത് 1 ലക്ഷത്തിന് താഴെ വരുന്ന രണ്ടാമത്തെ കാർ അല്ലേ. ഇന്നത്തെ അൾട്ടോ ആണ്. KL 46 ഗുരുവായൂരിലേക്ക് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വാഹനം. അവിടെ ഒരു ഓണർഷിപ്പ്, ഇവിടെ ഒരു ഓണർഷിപ്പ്, അങ്ങനെ മൊത്തത്തിൽ 2 ഓണർഷിപ്പ് അല്ലേ. എങ്ങനെയാണ് ഡീറ്റെയിൽ ബാക്കി? 2006 മോഡൽ LXi. ഓക്കെ, പേപ്പറിൻ്റെ അവസ്ഥ ഇപ്പോൾ പേപ്പർ ഒരു 2 വർഷം ഉണ്ട്. 2 വർഷം കൂടെ. ഓക്കെ, 21-ല് 26 എടുത്തിട്ടില്ലേ? 26 വരെ. അപ്പൊ ഈ വർഷം തീരുന്നു. ഈ വർഷം തീരും ലാസ്റ്റ്. കറക്റ്റ് എടുത്തിട്ടുണ്ട് 26 ഈ വർഷം ലാസ്റ്റ് തീരുന്നുണ്ട്. ഈ വർഷം ലാസ്റ്റ് തീരുന്നുണ്ട്. ഓക്കെ, ക്ലെയിം കാര്യങ്ങൾ എന്തെങ്കിലും നോക്കിയില്ല? ക്ലെയിം ഒന്നുമില്ല. വണ്ടി ഫിസിക്കലി ചെക്ക് ചെയ്തല്ലോ മൊത്തം? ചെക്ക് ചെയ്താൽ ലോവർ ആമിന്റെ ബുഷും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് ഇപ്പൊ മാറിയത് 3000 രൂപ. ഞാൻ തന്നെ മാറിയട്ടോ ഇവിടെ വന്നപ്പോ. നല്ല ടയർ ഭാഗം എല്ലാം ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് 75,000 രൂപയ്ക്ക്. ഓക്കെ, ഇനി നിങ്ങൾ ഉപയോഗിച്ച് കൊടുത്താൽ ചിലപ്പോൾ വില കിട്ടും. അല്ല, അതാ പറഞ്ഞേ. ഇതിപ്പോ റിന്യൂവൽ എടുക്കുകയാണെങ്കിൽ എത്ര വരേണ്ടി വരും? ഒരു ഏകദേശം 15ന്റെ ഉള്ളിൽ വരും. 15,000-ന്റെ ഉള്ളിൽ റിന്യൂവൽ എടുക്കാൻ വേണ്ടി വരും. ഈ വർഷം ലാസ്റ്റാണ് ഏകദേശം റിന്യൂവൽ വരിക. അപ്പോൾ 75,000 രൂപക്ക് നിങ്ങൾക്കൊരു വണ്ടി കൊണ്ടുപോകാം ഈ വർഷം പേപ്പറുള്ള. ഓക്കെ, AC എല്ലാം വർക്കിംഗ് അല്ലേ? AC ഗ്യാസ് അടിക്കേണ്ടി വരും കേട്ടോ. ഗ്യാസ് അടിക്കാൻ വർക്കിംഗ് ഉണ്ട്, തണുപ്പ് കുറവുണ്ട്. ഓക്കെ, ഗ്യാസ് മാത്രം ആ ചെറിയ പൈസയാണ്. ഓക്കെ, അപ്പോൾ ചെറിയ മോഡൽ 2 വണ്ടി നമ്മളിപ്പോൾ കാണിച്ചു. ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം അടുത്ത വണ്ടിയിൽ. ഇതാണ് നമ്മുടെ അടുത്ത ചെറിയ വിലക്കുള്ള വണ്ടി. ഈക്കോ ആണ്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വാഹനം അല്ലേ. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് കാണിക്കുന്ന വണ്ടി ഇതാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2010 ഒരു 4 വർഷത്തെ പേപ്പർ ഉണ്ട്. ഓക്കെ, 25 എടുത്തിട്ടുണ്ടാവും അല്ലേ. 26 4 വർഷത്തേക്കുള്ള പേപ്പർ. ഓക്കെ, വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 5 സീറ്റർ നോൺ AC അല്ലേ? അതെ. ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. ടയർ ഭാഗമുണ്ട്, അത്യാവശ്യം നല്ല ടയർ ഭാഗമുണ്ട്. 4 വർഷത്തേക്ക് ഇനി പേപ്പറും ഉണ്ട്, ഒന്നും ചെയ്യാനില്ല. എത്ര ചോദ്യം? 1,60,000 രൂപയ്ക്ക് ഒരു 5 സീറ്റർ ഈക്കോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇനി 4 വർഷത്തേക്ക് ഒന്നും നോക്കാനില്ല, സർവീസ് ചെയ്യുക, ഓടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് നമ്മൾ ഇന്നത്തേക്ക് കരുതി വെച്ചിരിക്കുന്നത് അല്ലേ. ഇനി പുതിയ വണ്ടി വന്നിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിലോട്ട് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരുമോ? ഓക്കെ, നോക്കാം എന്തായാലും. വേറെ പിന്നെ ഉള്ളത് അമേസ് കാര്യങ്ങളൊക്കെ ഒക്കെ ബുക്കിംഗ് ആയിരിക്കും. ബുക്കിംഗ് എല്ലാ വണ്ടികളും ഉണ്ട് വരാനുണ്ട്. അമേസ് ഉണ്ട്, ഡിസയർ ഉണ്ട്, എർട്ടിഗ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടമുള്ള വണ്ടിക്ക് വിളിച്ചോ. കാരണം ഹുസൈൻക്കൊക്കെ അധികാരം പിടിച്ചേക്കാൻ പറ്റില്ല, ടയർഡായി. അതുകൊണ്ട് നമ്മൾ അധികം കാണിക്കത്തില്ല. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ തന്നെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ കോൺടാക്റ്റിലേക്ക് ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഫോണും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, എല്ലാവർക്കും നന്ദി, താങ്ക് യു.